നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് റാപ്പിഡ് ഫെയർ കാണാം. റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. ഏത് കാര്യങ്ങളും പറയാം. നിങ്ങളുടെ വാഹനത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, സർവീസിൻ്റെ പ്രശ്നങ്ങൾ, സർവീസിൻ്റെ ഗുണങ്ങൾ അങ്ങനെയുള്ള എന്ത് കാര്യവും പങ്കിടാനുള്ള വേദിയാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ നമ്മൾ ഈ റാപ്പിഡ് ഫെയർ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുക, വാഹനങ്ങളെ പറ്റിയുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള അവസരങ്ങളും ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും നിക്ഷേപങ്ങൾ ആരംഭിക്കണം. പക്ഷേ പലർക്കും എവിടെയാണ് സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ടതെന്ന് അറിയില്ല. ഇനി നിക്ഷേപിച്ചാൽ തന്നെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുമോ എന്നുള്ള പേടിയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ₹1 പോലും നഷ്ടപ്പെടാതെ 100% സേഫായിട്ട് തിരിച്ചു കിട്ടുകയും എന്നാൽ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ലാഭവും കിട്ടുന്ന നിക്ഷേപ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. ബജാജ് അലയൻസ് ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അവരുടെ പുതിയൊരു NFO വന്നിട്ടുണ്ട്. BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ആ ഒരു NFOയുടെ പേര്. അതിപ്പോൾ ലോഞ്ചായിട്ടുണ്ട്. ഈ NFOയെക്കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ 18 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും NFOയിൽ നിക്ഷേപിക്കാം. NAV ₹10. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-10 വർഷത്തിൽ 37%, 21% CAGR റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത്. മികച്ച റിട്ടേൺ നൽകിയ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് ഈ NFOയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ മാസം പ്രീമിയത്തിൻ്റെ 120 ഇരട്ടി ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ വർഷം ₹2.5 ലക്ഷം വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സ് നൽകേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പ്രവാസികളാണ് നിങ്ങളെങ്കിൽ കഴിയുമെങ്കിൽ മാസം ₹10,000 വെച്ച് നിക്ഷേപിച്ചാൽ ₹2 കോടി വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുമുണ്ട്. അപ്പോൾ മറക്കണ്ട, സെപ്റ്റംബർ 18 വരെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താലും ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരു മഹീന്ദ്ര XUV 700 ഓണറിനെയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? വികാസ്. എന്ത് ചെയ്യുന്നു വികാസ്? ഞാൻ ബജാജ് ഫിനാൻസിലാണ്. ഫിനാൻസിലാണ്. ഞാൻ കാർ ലോൺസിന്റെ കേരള ഹെഡാണ്. അത് കേരള ഹെഡാണ് കാർ ലോൺസ്. അത് ശരി. അപ്പോൾ ഇത് ബജാജിന്റെ ലോണാണോ? ബജാജിന്റെ തന്നെയാണ്. കമ്പനിയുടെ കാർ തന്നെയാണ്. കമ്പനിയുടെ കാറാണ്. ഐ മീൻ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ശരി. എംപ്ലോയി ഓപ്ഷൻ ആയിട്ട് എടുത്തതാണ്. ഈ കാർ ലോൺ ബജാജ് 2 വീലറിന് കൊടുക്കുന്നില്ലേ? ബജാജ് 2 വീലർ ഉണ്ട്. നമ്മൾ 2 വീലർ ഉണ്ട്, കാർ ലോൺസ് ഉണ്ട്. ഇപ്പൊ CV നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആണോ? തുടങ്ങി വരുന്നു. ഇപ്പൊ 3 ഇയർ ആയി. ഓൾമോസ്റ്റ് 3 ഇയർ ആവുന്നു. ശരി. അപ്പൊ ഈ ഇലക്ട്രിക് കാറുകൾക്കുണ്ടോ? എല്ലാത്തിനും ഉണ്ട്, എല്ലാ കാറുകൾക്കും. അപ്പൊ നിങ്ങൾ ഈ ഫിനാൻസ് കൊടുക്കുന്ന വെച്ചിട്ട് ഞാൻ പെർസെന്റേജ് ചോദിക്കാം, എത്രത്തോളം ഇപ്പൊ EV-കളൊക്കെ വരുന്നുണ്ട്? EV-കൾ ഇപ്പൊ റീസെന്റ് ഇപ്പൊ മഹേന്ദ്രയുടെ ആണെങ്കിലും ഇപ്പൊ ടാറ്റയുടെ EV-കളിൽ വന്നിട്ടും നല്ല രീതിയിൽ വരുന്നുണ്ട്. എങ്ങനെയാലും ഇപ്പം നമ്മളൊക്കെ കേരളത്തിൽ എങ്ങനെയാലും 20% മുകളിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ നമ്മൾ 20% മുകളിൽ EV ഫണ്ടിങ് വന്നിട്ടുണ്ട് നമ്മൾ. എസ്പെഷ്യലി മഹേന്ദ്ര, ടാറ്റ, MG ഈ 3 മാനുഫാക്ചേഴ്സിന്റെയും നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കമ്പനി തരുമ്പോൾ വേണമെങ്കിൽ EV ഓപ്റ്റ് ചെയ്യാം. EV അല്ലെങ്കിൽ നമുക്ക് ഡീസൽ ഓർ പെട്രോൾ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് ബെനിഫിഷ്യൽ, എനിക്ക് പിന്നെ ലോങ് ട്രാവൽസ് ഒരുപാടുണ്ട്. ഞാൻ ഓൾ കേരള പോകേണ്ടതുകൊണ്ട് കൂടുതൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടും EV എനിക്ക് അത്ര, എൻ്റെ ഓൾറെഡി ഒരു EV ഉണ്ട്, ടിയാഗോ EV ഒരെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പൊ അത് ഞാൻ ടൗൺ യൂസേജിന് വേണ്ടി എടുക്കും. പിന്നെ എനിക്ക് കൂടുതലും ട്രാവൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്യാൻ. ഇത് വികാസ് ഓപ്റ്റ് ചെയ്തതാണ്. ഞാൻ ഓപ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് XUV 700? കാരണം അധികം ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കുമല്ലോ. ഒറ്റയ്ക്കുള്ള യാത്ര. എന്നിട്ട് പോലും വലിയൊരു വണ്ടി വേണം തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്ഗ്രേഡേഷൻ ആണ് എൻ്റെ. ഞാൻ 2020 തൊട്ട് XUV തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ 500 ആയിരുന്നു. 2012 മോഡൽ 500 ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലോങ് സ്റ്റോറിയാണ്. 2012 വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മഹേന്ദ്ര ഫിനാൻസിൽ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അന്ന് കമ്പനി സ്റ്റാഫ് ആയിരുന്നുകൊണ്ട് ഇതിന്റെ എല്ലാ അപ്ഡേറ്റുകളും ഇങ്ങനെ മെയിൽ വരുമായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഇതിനോടുള്ള ഒരു ക്രൈസ് ആയിരുന്നു ഈ വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ 2020 നമുക്കൊരു 7 സീറ്റർ എടുക്കാവുന്ന ഒരു ഐഡിയ വന്നു. ശരിക്കും 7 സീറ്ററിന്റെ ഉപയോഗം ഉണ്ടായിട്ട് 7 സീറ്റർ എടുത്തതല്ല, പിന്നെ ഈ 7 സീറ്ററിനോടുള്ള വലിയ വണ്ടിയോടുള്ള ഒരു പ്രേമം മൂത്തെടുത്തതാണ്. അപ്പോൾ അന്നത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എങ്ങനെയാണ് നമുക്ക് 500 പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. അന്നും എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് കേരള ട്രാവലിംഗ് ഉണ്ടായിരുന്നു. വേറെ കമ്പനിയിലായിരുന്നു, പക്ഷെ ഒരു തിരുവനന്തപുരം വരെ എപ്പോഴും ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ട്രാവൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. ഇത് തന്നെ ഫേസ് ലിഫ്റ്റ് മോഡൽ ഒന്നുകൂടെ എടുത്തു. മഹേന്ദ്ര ഫാനാണ്. അതൊരു പഴയ വണ്ടിയായിരുന്നു, ഇത്തിരി പഴയ വണ്ടി. ഓൾമോസ്റ്റ് ഒരു 1 lakh കിലോമീറ്റർ ഓടിയ വണ്ടിയായിരുന്നു. അപ്പൊ എന്നാ ഒന്ന് മാറ്റിയേക്കാന്ന് വെച്ചിട്ട് പിന്നെ ഒരു 2019 മോഡൽ ഇതിന്റെ തന്നെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ എടുത്തു. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ താർ ഇറങ്ങിയപ്പോ താറിനോട് ഒരു ക്രൈസ് തോന്നി, അത് കൊടുത്ത് താർ എടുത്തു. പക്ഷെ താറ് പറ്റിപ്പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി
യാത്രകൾ അമ്മയ്ക്കും അച്ഛനൊക്കെ കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ നോക്കിയപ്പോൾ എന്തായാലും സ്കോർപിയോ ഇതായിരുന്നു, രണ്ടുപേരായിരുന്നു പ്ലാൻ. 7 സീറ്റർ വേണമെന്നൊരു ആഗ്രഹം, ആ ഒരു യൂസ് ചെയ്ത് ശീലിച്ചെന്ന് നമുക്ക് മാറി കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവരും വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടീമായിട്ട് പുറത്ത് പോകുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ഉപയോഗം. എന്താണ് ഈ മഹീന്ദ്രയോട് ഇത്ര സ്നേഹം? എന്താണ് ഇത്രയും ആകർഷിക്കുന്ന ഒരു സംഭവം? മഹീന്ദ്ര കോൺഫിഡൻസ് ആണ് എനിക്ക് കൂടുതലായിട്ടും തോന്നിയിരിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു കോൺഫിഡൻസ്. ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്ന ഫോർഡാണ്, നമ്മുടെ XUV എടുക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഫോർഡാണ്. അത് കഴിഞ്ഞിട്ട് അത്ര ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വണ്ടി അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള വണ്ടി കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മഹേന്ദ്രയാണ്. പിന്നെ മഹേന്ദ്രയുടേതായ ചില പ്രശ്നങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഇന്ത്യൻ വണ്ടികൾക്ക് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ശീലിച്ച് പോയാൽ ഇത് നല്ലതാണ്. അല്ല ഇപ്പൊ നമ്മൾ ജർമ്മൻ കാറുകളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഇപ്പൊ ഇന്റർനാഷണൽ കാറുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ ടെക്നിക്കാലിറ്റീസ് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഫീച്ചേഴ്സ് വൈസ് അല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ടുള്ള ടെക്നിക്കാലിറ്റി ഇഷ്യൂസ്, സർവീസ് ഇഷ്യൂസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കൊണ്ടു നടക്കുമ്പോൾ ഒരു ധൈര്യം നമുക്ക് മറ്റുള്ള വണ്ടികൾ കൊണ്ടു നടക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, പ്രൗഢിയാണ്. ഇതിപ്പോ അത്ര ആയിട്ടില്ല, 3000 കിലോമീറ്ററിന് താഴെ ആയിട്ടുള്ളൂ. ഞാൻ 1 മന്ത് ആയിട്ടുള്ളൂ. ഇത് 27.8 ഓട്ടോമാറ്റിക് ഡീസൽ. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് നോക്കി എനിക്ക് ലോങ്ങിൽ ഞാനൊരു ഏറ്റവും ലോങ് പോയത് ഇപ്പോൾ ഒരു കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 15 മുകളിൽ ഹൈവേയിൽ കിട്ടി. ഇപ്പം പണി നടക്കുന്ന നമ്മുടെ നല്ല ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ അല്ല ടൗണിൽ ഓടിക്കുമ്പോൾ ഒരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. എന്താണ് ഇപ്പം 700 വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ ഇതിന്റെ? എനിക്കിപ്പോൾ ഇതിന്റെ അഡാസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ. കാരണം എന്താ വെച്ചാൽ ആ ഒരു ലൈൻ ചേഞ്ച് അസിസ്റ്റും പിന്നെ കൊളേഷൻ വാണിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ സ്റ്റെബിലിറ്റി ഇതിന്റെ, അതുപോലെ മറ്റേ കമ്പയറിംഗ് ടു 500 ഇതിന്റെ സസ്പെൻഷൻ രക്ഷയില്ല, ഭയങ്കര സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു ഇപ്പൊ ഈവൻ ഒരു 70-80 കിലോമീറ്ററിൽ നമ്മളൊരു കർവ് എടുത്താലൊന്നും വണ്ടി ഒരു രീതിയിലും കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റെബിലിറ്റി നല്ലോണം കിട്ടുന്നുണ്ട്. സസ്പെൻഷൻ നല്ല സസ്പെൻഷൻ. ഇപ്പൊ ലോങ് ഓടി വന്നാലും യാതൊരു ക്ഷീണവും ഇല്ല. ഇപ്പം ഈവൻ ഞാൻ അന്ന് 1 സ്ട്രെച്ച് ഓടിച്ചു വന്നിട്ടും ഞാൻ അടുത്ത ട്രിപ്പ് പോകാൻ റെഡിയായിരുന്നു. എന്തെങ്കിലും കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കുറവ് പിന്നെ കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ ഇതിപ്പം നമ്മൾ ആ ഒരു എബോണി എഡീഷൻ എന്ന് പറഞ്ഞൊരു ലിമിറ്റഡ് എഡീഷൻ വന്ന എടുത്താണ്. ഇത്രയും ചെയ്തിട്ട് അവര് ഇതിന്റെ ഇന്റീരിയറിൽ സീറ്റൊക്കെ ബ്ലാക്ക് ആക്കി, പക്ഷെ ടോപ്പ് റൂഫ് ബ്ലാക്ക് ആക്കി. ഞാൻ കണ്ടിരുന്നു അത്. അപ്പൊ ആ ഒരു അതൊരു പക്ഷെ ഇതിന്റെ തന്നെ സ്കോർപിയോടെ കാർബൺ എഡിഷൻ ചെയ്തപ്പോ അവരത് ബ്ലാക്ക് ആക്കി. പക്ഷെ അപ്പൊ അത് തന്നെ ഇതില് ശരിക്കും ചെയ്യായിരുന്നു. സ്കോർപിയോ കാണാനും കാണാനല്ല അത്. അതുപോലെ അതിന്റെ ആ ഒരു കമാൻഡിങ് റൈഡിങ് പൊസിഷൻ ഒക്കെ നല്ല രസമാണ്. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഫീച്ചറിന്റെ ഒരു പ്രശ്നം. പിന്നെ ആ വണ്ടിയും 500 നമ്മൾ എനിക്ക് ഭയങ്കര ഒരു മാർഗമായിട്ട് ചേഞ്ച് ഫീൽ ചെയ്തില്ല. ഇത് അകത്തേക്ക് കയറുമ്പോഴാണെങ്കിലും സൺറൂഫ് ആണെങ്കിൽ നോർമൽ സൺറൂഫ്, പൈസന്റെ ഭാഷ പറഞ്ഞ പൊടിയന്ത്രം വലുത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇത് ആ പാനോറമിക് സൺറൂഫും എല്ലാം കാണുമ്പോൾ ഇന്റീരിയർ കാണുമ്പോൾ ആ ഒരു ലക്ഷറി ശരിക്കും സ്കോർപിയോയിൽ കിട്ടിയില്ല. പിന്നെ ഇത്തിരിയും കൂടെ ആ ഒരു ട്രഡീഷണൽ, ഇത് ഇത്തിരിയും കൂടി ഒരു മോഡേൺ ആ ഒരു ഫീൽ ചെയ്തു. അപ്പൊ ഇതിന്റെ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് ഫാമിലിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? സെക്കൻഡ് റോ വരെ ഇരുന്നു. തേർഡ് റോയില് അവര് അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്തു. സെക്കൻഡ് റോയിൽ അത്ര ബുദ്ധിമുട്ട് എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ തേർഡ് റോയിൽ ഒരു ബ്രദർ ഒരു ട്രാവൽ ചെയ്തിട്ട് അത്ര സുഖമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു യൂസേജ് അല്ല. പിന്നെ ഇതിന് നമുക്കറിയാലോ ഡിക്കി സ്പേസ് ഇല്ല. അപ്പൊ പിന്നെ തേർഡ് റോ ശരിക്കും ഒരു അത്രയും നമ്മളൊരു കംപ്ലീറ്റ്ലി യൂസേജിന് നമ്മൾ എടുക്കാറില്ല. അതുപോലെ ഇപ്പൊ ഇത്രയും കാലം മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഉപയോഗിച്ചപ്പം എന്താണ് സർവീസിനെ പറ്റിയുള്ള അഭിപ്രായം? സർവീസ് ഈ പറയുന്ന പോലെ നമ്മൾ 100% ഇതിനകത്ത് ഇൻവോൾവ് ആവണം. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ള വണ്ടികൾ കൊടുത്തിട്ട് പോകണല്ലോ, സർവീസിന് കൊടുക്കുന്നു പോകുന്നു എന്നുള്ള ഫീല് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഏകദേശം നമ്മൾ വണ്ടിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. ഇന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളാണ് ഇതിനുള്ളത്, അത് കറക്റ്റായിട്ട് പരിഗണിച്ച് കിട്ടുന്നുണ്ടോ, അത് കഴിഞ്ഞൊന്ന് ക്രോസ് ചെക്കും കൂടെ ചെയ്യണം. ഇത് മാറ്റിയിട്ടുണ്ടോ, ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആദ്യം 500 യൂസ് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് നാൾ മാത്രമായിരുന്നു ഞാൻ ഷോറൂം സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് അത്യാവശ്യം 1-2 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്നവർ. അപ്പൊ അവിടെ പോയി കഴിയുമ്പോഴാണ് ഇതിന്റെ ഓരോരോ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാവണം. ഇന്നത് ചെയ്യണമായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവണം. അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ട് ശരിക്കും അടുത്ത മഹേന്ദ്രകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ ഇപ്പൊ കംഫർട്ടബിൾ ആയി. അപ്പൊ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നുണ്ട് ഇന്ന കാര്യമാണ്, ഇന്നത് മാറ്റിക്കോളണം, ഇന്നത് ശ്രദ്ധിച്ചോളണം, അത് മൊത്തമായിട്ട് നിങ്ങൾ മാറ്റേണ്ട, അതിനകത്ത് ഈ പോയിന്റ് മാറ്റിയാൽ മതി എന്നുള്ളത് പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കംഫർട്ടബിൾ ആണ്. അല്ലാണ്ട് വേറൊരു ഒരു സിംഗിൾ യൂസ് ആദ്യമായിട്ട് മഹേന്ദ്ര എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അല്ല, അത് യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ അതിനുശേഷം കമ്പനിയിൽ നിന്ന് ഫോളോ അപ്പ് വരാറുണ്ടോ? വിളിയോ അങ്ങനെ എന്തെങ്കിലും സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു? നോർമൽ അത് ഒരു ഞാൻ പറയാം, ഞാൻ ജിംനി എന്റെ ജിംനി ഒരു 1.5 മാസം മുമ്പ് ഞാൻ സർവീസിന് കൊടുത്തിട്ട്
എനിക്ക് തോന്നുന്നു 10 കോളെങ്കിലും കമ്പനി ഈവൻ ഇന്നലെ വന്നു. മാരുതിയിൽ സെയിം ആണ്, കാരണം എന്റെ ഫാദർ യൂസ് ചെയ്യുന്ന ഇഗ്നിസ് ആണ്. ഇതിന്റെ സർവീസ് ഡ്യൂ ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ വിളി വരും, അത് കഴിഞ്ഞ് ഫോളോ അപ്പ് വിളി വരും, അത് കണ്ടിന്യൂസ് ആയിട്ട് വിളി വരും. 1.5 മാസത്തിന് ശേഷം ഇന്നലെ എന്നെ വീണ്ടും വിളിച്ചിരിക്കുന്നു, സർവീസ് സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ 1.5 മാസം മുമ്പല്ലേ സാർ എങ്കിലും ഞങ്ങൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നു. അതൊരു സംഭവം. അത്രയൊരു ഫോളോ അപ്പ് ഞാൻ മഹീന്ദ്രയിൽ കണ്ടിട്ടില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി കൊച്ചിയിൽ വരുമ്പോൾ വയനാട്ടിലെ സർവീസ് ഒരു കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. കാരണം 500 ആയിരുന്നപ്പോഴും താറായിരുന്നപ്പോഴും ഞാൻ അവിടെയാണ് സർവീസ് ചെയ്തിരുന്നത്. അതൊരു ഉള്ളതിലൊരു ഡീസന്റ് സർവീസ് ആണ്. അപ്പൊ അവിടെ ഇപ്പം റെഗുലർ ആയിട്ട് അവിടെ പോകുന്നതുകൊണ്ടും അവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഇത്രയൂടെ ഓക്കെ ആയിട്ട് പോകുന്നു. അപ്പം ഇപ്പം മഹീന്ദ്ര ഏറ്റവും പുതിയ EV-കൾ വന്ന് ഭയങ്കര ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മഹീന്ദ്ര ഫാൻ എന്നുള്ള നിലയ്ക്ക് ഇതിൽ നിന്ന് ഇനി എന്തിലേക്കാണ് ഒരു അപ്ഗ്രേഡ്? അതിലേക്ക് പോകുമോ അതോ വേറെ വണ്ടികൾ? ഇത് ശരിക്കും ഒരു വലിയ ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനാണ്. ഇപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്തപ്പോഴും നമ്മുടെ B6-ഉം 9-യും ഉണ്ടായിരുന്നു. രണ്ടും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എടുത്തിട്ടേ ഉള്ളൂ, ഇപ്പൊ എടുത്ത 1 മാസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ ഇനിയിപ്പം ഇവരുടെ തന്നെ ഇപ്പൊ വിഷൻ വല്ലതൊക്കെ വരേണ്ടി വരും ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് പോകണം. 2027 എന്തായാലും ഇത് 5 years യൂസ് ചെയ്യണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇനി എന്തായാലും മോസ്റ്റ്ലി ഒരു 90% മഹീന്ദ്ര തന്നെ ആയിരിക്കും. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. അത്രയും സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ തന്നെ നിൽക്കാന്ന് പറയുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, സർവീസ് ഇഷ്യൂസ്. എന്നാൽ പോലും വണ്ടിയുടെ ഒരു വണ്ടി തരുന്ന ഒരു കംഫർട്ട്, വണ്ടി തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ആ ഒരു നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല EV യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സ്റ്റിയറിംഗ് ഈ കംഫർട്ട് ഇതിനാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഇത് ഭയങ്കര റെസ്പോൺസീവാ. അതിനേക്കാളും ഇത്ര ടൈറ്റ് ആണ് എനിക്ക് EV-യുടെ സ്റ്റിയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്രയും കംഫർട്ട് ഇത്രയും വലിയൊരു വണ്ടിയിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും മഹീന്ദ്രയുടെ ആധുനിക കാലത്തെ വണ്ടികളുടെ തുടക്കമിട്ടത് ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞെട്ടിച്ചു കളഞ്ഞു ഒരു കംഫർട്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം രാവിലെ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയെ പറ്റി ഇത്ര നല്ലത് കേട്ടതിൽ. അപ്പം 5 വർഷത്തിനല്ല 2 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്ത 4 എന്താണ് പ്രോട്ടോടൈപ്പുകൾ വരാനുണ്ട്. അതിലേക്ക് എത്താം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ലോണൊക്കെ എടുക്കണം വിളിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോഡുകളിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു മോഡലാണ് Audi S5. S5 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ 1-2 എണ്ണമൊക്കെ കാണാൻ സാധ്യതയുള്ളൂ അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഓണറിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. പേര്? ജോർജ് ജേക്കബ്. ഡോക്ടറാണ്. നീ സ്പെഷ്യലിസ്റ്റ്. ഓ ശരി. അപ്പോൾ മുട്ടുവേദനയൊക്കെ ആയിട്ട് ചെല്ലേണ്ട ആളാണ് നമ്മൾ. എവിടെയാ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ലേക്ക് ഷോറിലാണ് മെയിൻലി. പിന്നെ എനിക്ക് വൈറ്റ്ലയിൽ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട്, അവാൻഡ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ സ്പെഷ്യൽറ്റി പ്രാക്ടീസ്. അപ്പം എല്ലാ ജോയിന്റും അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഓ ശരി. അപ്പോൾ നമ്മുടെ ഈ മറ്റേ മുട്ട് മാറ്റി വെക്കൽ പരിപാടികളും എല്ലാം? യെസ്, ലിഗമെന്റ് സർജറീസ്, മറ്റേ നീ പ്രിസർവേഷൻ സർജറീസ്, റീജനറേറ്റീവ് സർജറീസ് ആൻഡ് ദെൻ നമ്മുടെ റീപ്ലേസ്മെന്റ്. ശരി. അപ്പോൾ ഈ വണ്ടികൾ ഇപ്പം പ്രത്യേകിച്ച് മാനുവൽ കാറുകളൊക്കെ ഓടിക്കുന്നവർക്ക് ഈ ഒരു മുട്ടിന്റെ ഇഷ്യൂ നേരത്തെ വരാമോ? അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് അതൊരു വെയിറ്റ് ബെയറിംഗ് ടൈം അല്ല. ഇരുന്നുകൊണ്ടുള്ള മൂവ്മെന്റ് ഇസ് നോട്ട് എ വെയിറ്റ് ബെയറിംഗ് ടൈം. ബട്ട് ചിരട്ടയുടെ ബാക്കിൽ തേയ്മാനം ഉണ്ടെങ്കിൽ ആ ഒരു 45 ഡിഗ്രി ഫ്ലെക്ഷൻ ടൈമിൽ അവർക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഐ തിങ്ക് ആ സീറ്റ് ഹൈറ്റ് ആൻഡ് ദ ഹൗ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് യുവർ സീറ്റ് ഇസ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം നമ്മൾക്ക് അങ്ങനെ പെയിൻ വരുന്ന പേഷ്യൻസിനോട് വി ഓൾവേസ് സേ കീപ് പ്ലേയിങ് വിത്ത് ദാറ്റ്. ലോങ് ഡിസ്റ്റൻസ് പോകുമ്പം ഫുൾ ഫ്രണ്ടിൽ ഇടാതെ കീപ് മൂവിങ് വിത്ത്, സോ ആ മുട്ടിന്റെ ഡിഫറെന്റ് പാർട്സ് കീപ് ഗെറ്റിംഗ് ആർട്ടിക്കുലേറ്റഡ്. ദെൻ യു ഹാവ് ടു ബ്രേക്ക്. ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് വിത്ത് പ്രഷർ ഓൺ ദ കാർട്ടിലേജ് അത് നല്ലതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സമയം കഴിയുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കണം ഒരു ലോങ് ഡ്രൈവ് ആണെങ്കിൽ? I would say about an hour and a half to 2 hours because blood clots, പിന്നെ cycling the knee joint, cycling the hip joint, that's important. Long time ഇരിക്കുവാണെങ്കിൽ നമുക്ക് lateral cutaneous nerve തൈലൊക്കെ കംപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് ഒരു തരിപ്പൊക്കെ വരാൻ അത് വരുന്നത് is because of this long distance driving. ശരി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ S5 പോലുള്ളൊരു വണ്ടി തീരെ ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ ഇരിക്കും ബുദ്ധിമുട്ടില്ല ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാൾക്ക്? Yeah, definitely. I think ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന വണ്ടി അല്ലായിരുന്നു. ജസ്റ്റ് ബേസിക്കലി ലൈക്ക് എ ഡെയിലി ഡ്രൈവ് സ്പോർട്സ് സെഡാൻ ആയിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്. ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് ഞാൻ ചെയ്തിട്ടില്ല, ഒരു 250K മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഐ ഡു ബിലീവ് ലോങ് ഡിസ്റ്റൻസ് പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ചാലഞ്ചിങ്. സിംഗിൾ സീറ്റ്, ഇഫ് യു ആർ ദി ഓൺലി ഡ്രൈവർ ഇൻ ദ ഫ്രണ്ട് ആൻഡ് നോ വൺ ഇൻ ദ ബാക്ക്, ഐ തിങ്ക് നമുക്ക് ആ ഒരു സ്പേസും കൊണ്ട് കളിച്ച് യു ക്യാൻ മാനേജ്. ബട്ട് ഐ അഗ്രി വിത്ത് യു, ഇറ്റ്സ് പ്രോബ്ലി നോട്ട് ദ മോസ്റ്റ് കംഫർട്ടബിൾ. തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് സെഡാനെ പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടി വരാറില്ല. നമ്മൾ മോസ്റ്റ്ലി ബി എമ്മിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണുള്ളത്, അല്ല പിന്നെ പോർഷെ എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഈ അധികം കാണാത്തൊരു S5 പോകാൻ തീരുമാനിച്ചത്? I think the first question you asked me was comfort. From BM, fantastic car, especially top range. You're on the track, nalla response from the car. It's also more powerful. So it's inline 6, not a V6. So that sound was a little bit different from the S5. So that caught my eye.
പിന്നെ വേറെ ഒരു കാര്യം, ദിസ് വാസ് എ ബിറ്റ് മോർ കംഫർട്ടബിൾ. ഡെയിലി ഡ്രൈവറിന് ഇത് ഇച്ചിരി കംഫർട്ടബിൾ ആൻഡ് ആ ലോ എൻഡിൽ യു ആർ സ്റ്റിൽ ഗെറ്റിംഗ് കംഫർട്ട്. സോ അത് ഓൾറൗണ്ട് വെച്ച് നോക്കിയപ്പം it was Audi. I've also had excellent experiences with Audi for the last 15 years. Oh, 15 years. So I've really enjoyed Audi. I think people look at BMW because they've been, more in Formula One and motorsport and all that. It's still time for Audi to come into motorsport. This year, we're hopefully going to see their entry. And then I think Audi was a radical design for about 10 years. Walter De Silva had some beautiful designs. He says this is one of his favorite, best designs ever done. I think that's going to change again now. I think we're going to see some good designs out of Audi and hopefully some good engines. അപ്പോൾ ഏതായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഓടികൾ? എൻ്റെ ഫാദറിനായിരുന്നു 3 Q5i. He's like a die-hard Q5 fan. Yeah, and before this was a Polo GTI, which was also a phenomenal car. അതിപ്പോഴും ഉണ്ടോ? ഇല്ല, അത് ഞാൻ വിറ്റു. 3 years before ഞാൻ വിറ്റു. ഇതിപ്പോൾ എത്ര കാലം എടുത്തിട്ട്? എത്ര നാളായിരുന്നു? I bought it in May this year. എത്രയായി ഓൺ റോഡ്? 98. വർത്താണോ? 98 lakhsന് വർത്താണോ ഈ വണ്ടി? So actually ഞാൻ Golf GTI book ചെയ്തത്. I had already paid the advance amount and I was ready for the car to come. I was very excited. പിന്നെ ആ final price announce ചെയ്തപ്പോൾ I thought it wasn't worth it. I wanted something with a bit more space. Of course, it's an iconic car, but somehow I just didn't want to bite the bullet again. I wanted something with a bit more space. The BM comes in around the same price. The only competitor for this that I considered was the CLE. I was waiting for the CLE Coupe or the C300, the AMG. Sorry, the C43 AMG. Extremely expensive. So the price point, definitely Audi made more sense for me. Coming in roughly around BMW at a price point, but still giving me that comfort. So I think it was worth it. ഈ പറഞ്ഞാൽ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഇപ്പം ഏറ്റവും പുതിയ MG-യുടെ ഒക്കെ സൈബർസ്റ്റർ ഒക്കെ പോലുള്ള വണ്ടികളൊക്കെ വന്നല്ലോ, അതൊക്കെ നോക്കിയിട്ടുണ്ടോ? Cyberster ഞാൻ കണ്ടു. I didn't test drive it. I'm a big fan of electric cars. My mom has a Volvo XC40 Recharge. Actually, we've had it for 3 years. Very, very happy with that car. But നമ്മൾ ബാക്കി ഇലക്ട്രിക് മാർക്കറ്റ് നോക്കുമ്പം the newer entries into the electric market, definitely there's a lot of teething issues. അപ്പം ആ ഒരു MG-യുടെ ഇലക്ട്രിക് only the Comet I've sat in my friend's Comet. Great car so far, but ആ long term എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയത്തില്ല, especially when you're demanding a sports car. Then when you're looking at a sports car, you still want that feel and sound. And അതുപോലെ കൺവേർട്ടബിൾ താല്പര്യമില്ല? എൻ്റെ ഡാഡിന് ഒരു സമയത്ത് ഉണ്ടായിരുന്നു, but it's not practical. C300 it's not practical. I think നമ്മുടെ നാട്ടിൽ you need some protection from the sun and the wind. ഓഡിയുടെ ഒരു ബൈയിങ് എക്സ്പീരിയൻസ് അതുപോലെ സർവീസും എങ്ങനെയുണ്ട്? I've heard mixed reviews, but I've actually had an excellent service from the team at Audi. Over the last 15 years. Very, very good. They've always been very attentive. Service particularly, I can't say the same about other services in Cochin. I don't want to get into the nitty-gritty, but a lot of the other luxury premium car makers, I haven't had the same level of service. We had a very close relationship with Rajashree Motors. Unfortunately, they are not with us. They're not here anymore. But they had a good service. It's the people that make the service, right? Not the brand. So I think we have a good relationship with some of the people at Audi, and that's probably why we get a good service. അപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും Q5, XC40, S5 ഇതൊന്നും എൻ്റെ വണ്ടിയല്ല. This is mom and dad's car. വീട്ടിലാണോ? This is my car. എങ്കിൽ പോലും which one you will select? This is my car. എനിക്ക് വേറെ വണ്ടിയില്ല. This is my car. ഇത് തന്നെയുള്ളൂ. ഇതിൽ XC40 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതീവ രസമാണ്, ഓടിക്കാനൊക്കെ വളരെ സ്പോർട്ടിയാണ്, വളരെ രസമാണ്. അത് ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടോ ഇതിൽ? Actually, long trip in the XC40 is very good. നല്ല comfortable. The lumbar support is very good. Very comfortable seats. And our range anxiety അങ്ങോട്ട് പോയി കഴിഞ്ഞ് that was there the first few months. അത് പോയി കഴിഞ്ഞ് it was actually a wonderful car to drive. Again, it's an electric car. Every 6 months, everything will shut down. You'll have to reset it. It's like an iPhone. That's something that doesn't happen with these cars. But issues ഉണ്ട്. ഒരു സ്പോർട്സ് കാറിനെ പറ്റി ചോദിക്കാമോ എന്ന് അറിഞ്ഞൂടെങ്കിലും മൈലേജ് എന്തുണ്ട് ഇതിന്? In the city, I mean overall I think I probably get 6 to 7. 6 to 7 overall? On the bypass I'll get about 9. In the city it's like 3, 4. ഇനിയിപ്പോൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയ ഹൈവേസ് ഒക്കെ വരുമ്പോഴായിരിക്കും അല്ലേ? കേരളത്തിലെ പുതിയ ഹൈവേസ് വരുമ്പോഴായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും ഒരു ലെയിൻ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ you can't drive. അതുപോലെ ഈ ഒരു ലോ പ്രൊഫൈൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇവിടുത്തെ ഹമ്പുകൾ ബമ്പുകളൊക്കെ പ്രശ്നമുണ്ടോ? ആക്ച്വലി എനിക്കൊരു 5 ഇടയ്ക്ക് ഓടിക്കാൻ എനിക്കൊരു 5 സീരീസ് ഉണ്ടായിരുന്നു. അത് ഓടിക്കാനായിരുന്നു കൂടുതൽ പാട്. ദിസ് ആക്ച്വലി ഹാവൻ ഹാഡ് പ്രോബ്ലംസ് വിത്ത് ബോട്ടം ഹിറ്റിംഗ്. ശരി ശരി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് എന്താ പറയുന്നത്? Genuinely, it's the looks. The styling of the car is something that really struck me.
it's already been updated. The new S5 has already come. I still preferred, to go for this. I think it'll be another year before the new S5 comes. But I really like the styling of the car, and it is comfortable. For a sports car, it is comfortable. എന്തെങ്കിലും ഒരു മിസ് അല്ലെങ്കിൽ ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാവുന്ന എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ? Features. But then again, we're dealing with a car 2020 launch the car. So definitely some of the multimedia and dashboard features update aitilla. So there are a few things in that. Wireless CarPlay onnu illa. Adokke njan second I had to put it in separately. But that is something I think ee pudhiya S5 varumbam those things will be addressed. So I did buy this at the end of its life cycle. So I think I got a better price also. That's right. But I did enjoy the looks, and that's why I went for it. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ S5നെ പറ്റി. ഈ പറഞ്ഞ അധികം നമ്മൾ കാണാറില്ല, എങ്കിൽ പോലും ഓഡിയുടെ ഈ പറഞ്ഞ എന്താണ് പഴയ പെഡിഗ്രി അല്ലേ നോക്കിക്കഴിഞ്ഞാൽ സ്പോർട്സ് കാറുകൾ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ എനിക്കൊന്ന് കൊച്ചിയിൽ കുറച്ച് കാലം ഡീലർഷിപ്പ് ഇല്ലാതായപ്പോഴാണ് ഓഡിയുടെ ഒരു അധികം ആൾക്കാർ എടുക്കാതെ വന്നത്. പക്ഷേ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഡീലർഷിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ മുഖം നോക്കി വെച്ചു, നിങ്ങളുടെ മുഖം മുട്ടും ഒക്കെ നോക്കി വെച്ചു. നിങ്ങളുടെ കുറച്ച് കാലം കഴിഞ്ഞ് കാലിന് വേദനയൊക്കെ വരുമ്പോഴത്തേക്കും പോകാവുന്ന ഒരു സ്ഥലമാണ്. ഈ പറഞ്ഞ വണ്ടി ഓടിക്കുന്നവർ ദീർഘദൂരം ഇരുന്ന് ഓടിക്കുമ്പോൾ 1.5 മണിക്കൂർ ഇരുന്ന് റെസ്റ്റ് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു പൊസിഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. കാണാം, മുട്ടുവേദന വരുമ്പോൾ വരാം. താങ്ക് യു. താങ്ക് യു. അടുത്ത കാലത്ത് വാഹനപ്രേമികളെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പരസ്യമായിരുന്നു ഒരു വാഹനം വാഗമണിലെ ഏറ്റവും ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ ഓടിച്ചു കയറ്റുന്ന പരസ്യം. അതോടുകൂടി ആ വാഹനം വലിയ ഹിറ്റായി. പക്ഷേ നമ്മൾ അധികമൊന്നും റോഡിൽ ആ വാഹനം കണ്ടിട്ടില്ല, കാരണം അതിൻ്റെ ഡെലിവറി ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടാറ്റ ഹാരിയർ .EVയുടെ ഓണറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? അജിത്ത്. എന്തിനാ ഇത്? ഞാൻ ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുകയാണ്. എവിടെ? കൊച്ചിയിലാ? അല്ല, കൊച്ചിയല്ല, ഞാൻ പത്തനംതിട്ടയാണ്. ഇത് പത്തനംതിട്ട അല്ലേ? ശരി. ഇപ്പോൾ എടുത്തേ ഉള്ളൂ? എടുത്തേ ഉള്ളൂ, ഒരു 20 ദിവസം ആവുന്നേ ഉള്ളൂ. കഴിഞ്ഞ 17-ാം തീയതി ഡെലിവറി. ചിങ്ങം 1. ശരി. അപ്പോൾ ചിങ്ങം 1 കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടുണ്ടായത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഞാൻ അടുത്ത കോന്നി ലെക്സോൺ ടാറ്റയുടെ ഷോറൂമിൽ നിന്നാണ്. അവർ ടാറ്റയോട് നല്ല രീതിയിൽ അടിയുണ്ടാക്കിയാണ് വണ്ടി അന്നത്തെ ഡെലിവറി ആക്കി തന്നത്. വണ്ടി വന്നിട്ട് പോലും, അതായത് PDA കഴിഞ്ഞിട്ട് പോലും അവരുടെ എക്സിക്യൂട്ടീവ് വന്ന് പറഞ്ഞു തരാതെ വണ്ടി കൊടുക്കരുത്, അതിൻ്റെ ഒരു 4-5 ദിവസം കൂടെ വീണ്ടും എടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഡിലേ ആക്കാൻ നോക്കി. പക്ഷെ അവിടുത്തെ നമ്മുടെ സെയിൽസ് മാനേജറൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി മെനക്കെട്ട് അവർ ടാറ്റയുടെ അടിയുണ്ടാക്കിയാണ് അന്ന് ഡെലിവറി തന്നത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് അവർ വന്ന് പറഞ്ഞു തന്നത് എന്തൊക്കെയാണെന്ന്. വേറെ രസം വെച്ചാൽ ഇപ്പോൾ ഇത്തവണ കാര്യം കുറച്ചൊക്കെ ഡെലിവറി നടന്നെങ്കിൽ പോലും ഈ EVകളല്ലാത്ത വാഹനങ്ങൾ കരുതി GST കുറയുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് മാറ്റി വെച്ചു വാങ്ങുന്ന കാര്യം. പക്ഷേ EVകൾ കരുതി GST മാറ്റമില്ലാത്തതുകൊണ്ട് പിന്നെ മറ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ആഡാണ് എല്ലാവരും ആകർഷിച്ചത്. തുടക്കത്തിൽ വാഹനം ഓടി അത് തന്നെയായിരുന്നോ ഇതെടുക്കാൻ? അത് ആദ്യത്തെ ഒരു അതൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും അതും ഒരു ഫാക്ടറാണ്. ആ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അത് ഉപയോഗിച്ച് അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്ന ആഡ്. അതൊരു ഫാക്ടറാണ് എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു വിലയുള്ള EV ഒക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന വളരെ വ്യത്യസ്തമായ രൂപമുള്ള മഹീന്ദ്രയുടെ EVകളായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഇതിലേക്ക് വന്നത്? മഹീന്ദ്രയുടെ ഒരുപാട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ്, ഫ്യൂച്ചറിസ്റ്റിക്. പക്ഷേ എനിക്ക് അത്രയും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണ്ട. നോർമലി തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട പഴയ ഡിസൈനുകൾ തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ താല്പര്യം. പ്രോപ്പർ ഡിസൈൻ. അപ്പം ഇതിൻ്റെ ഹാരിയറിൻ്റെ എന്ന് പറയുമ്പോഴും നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു SUV ഡിസൈനാണ്, അതാണ് എനിക്ക് താല്പര്യം. പിന്നെ നമുക്ക് പറയാം ലാൻഡ് ക്രൂസറിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഡിസൈനാണ് ടാറ്റ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് ലാൻഡ് ക്രൂസർ വണ്ടികൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതും ഒരു കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് ഏതോ ഉപയോഗിച്ചിരുന്ന വാഹനം? ഇതിന് മുമ്പ് ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പജീറോ സ്പോർട്ട്, അതുപോലെ MGയുടെ ഹെക്ടർ, പിന്നെ ഇന്നോവ, സ്വിഫ്റ്റ്, അങ്ങനെ പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ വേറൊരു EV വണ്ടികളുണ്ട്, ടിയാഗോ ഉണ്ട്, ടാറ്റയുടെ ടിയാഗോ ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 55,000 കിലോമീറ്റർ ആയി. വണ്ടി നല്ലതാണ്, പക്ഷേ തുടക്കത്തിൽ സർവീസ് വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പം നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ലെക്സോണ് ചില ഒരു മോശമാണെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ഗോകുലം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരെടുത്ത് പറഞ്ഞിട്ട് എനിക്കതില്ല പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
അപ്പം ഞാനിപ്പം സ്ഥിരം കൊടുക്കുന്നത് ലെക്സോണിലാണ്. എനിക്ക് ഇതുവരെ അവരുടെ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും സർവീസ് എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും ഇപ്പം 55,000 കിലോമീറ്റർ ഓടിയ ഒരു EV-യെ പറ്റി കൂടുതൽ ജനത്തിന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിക്കാം. മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ടിയാഗോ? ഇഷ്യൂസ് ഉണ്ടായി. ഒരു തവണ ബാറ്ററി റീപ്ലേസ് ചെയ്തു. അത് എത്ര ഓടി കഴിഞ്ഞിട്ടായിരിക്കും? 40,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാറ്ററിക്ക് ഇഷ്യൂ ആയി. ഒരു ആദ്യം ഒരു 30% ആകുമ്പം പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ആകാൻ തുടങ്ങി. നമ്മൾ അത്ര ഒരു 160 ഒക്കെ ഓടിക്കഴിഞ്ഞ് 30% ഹിറ്റ് ചെയ്താൽ പിന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ആകാൻ തുടങ്ങി. അതിങ്ങനെ കുറച്ച് ആദ്യം കൊണ്ടുപോയി കാണിച്ച് പറയും ബാറ്ററി ഇഷ്യൂ ഉണ്ട്, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് 40% തൊട്ട് ഡ്രോപ്പ് ആകാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞ് ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരാം. അന്നേരം ബാറ്ററി ഓർഡർ കൊടുത്തു. ഒരാഴ്ച കൊണ്ട് ബാറ്ററി വന്നു, ഫ്രീ ഓഫ് കോസ്റ്റ്, നമുക്കൊന്നും ചിലവായില്ല. അവർ ഫ്രീ ഓഫ് നമുക്ക് മാറ്റി തന്നു. ലേബർ ചാർജ് പോലും അതിനെ എടുത്തിട്ടില്ല. അങ്ങനൊരു ഇതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ടാറ്റ വളരെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. നേരത്തെയൊക്കെ അവിടെ സ്പെയർ പാർട്സുകാരൊക്കെ ഭയങ്കര താമസമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കസ്റ്റമറുടെ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ കിട്ടി മാറുന്നത്. ഇനി മാറാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ടാറ്റ ഒരു EV-യിൽ നിന്നും അടുത്ത EV-യിലേക്ക് വരുമ്പോൾ എന്താണ് പെട്ടെന്ന് തോന്നിയൊരു വ്യത്യാസം? റിഫൈൻമെൻറ്റ് ഒരുപാട് കൂടി. അല്ല, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് പോളിഷ് ചെയ്യാനുണ്ട്, പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഗ്രാഫിക്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ ഒരു വണ്ടി സ്ട്രോങ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഹാരിയറിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെ കാര്യത്തിലും വളരെ സ്ട്രോങ്. ടാറ്റയുടെ വണ്ടികൾ പൊതുവെ നല്ല സ്ട്രോങ് വണ്ടികൾ തന്നെയാണ്. ഇന്ത്യൻ മാനുഫാക്ചർ വണ്ടികൾ പൊതുവെ അല്ല. അങ്ങനെ ഇപ്പൊ മഹീന്ദ്ര ആണെങ്കിലും സ്ട്രോങ് വണ്ടികൾ തന്നെയാണ് അവർ ഇറക്കുന്നത്. ഇപ്പോൾ ഓൺ റോഡ് എത്ര രൂപയായി? ഓൺ റോഡ് എനിക്ക് അവർ കോട്ട് തന്നത് 33,25. 33,25,000. പക്ഷേ ഓൾറെഡി ടിയാഗോ ഉള്ളത് കൊണ്ട്, ഒരു EV ഉള്ളതുകൊണ്ട് ഒരു 1 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ടാറ്റയുടെ ഭാഗത്തു നിന്ന് തന്നു. അപ്പം 32,25. 32,25 വർത്താണോ? തീർച്ചയായിട്ടും ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആകുന്നുള്ളൂ. എത്ര കിലോമീറ്റർ ഒക്കെ ഓടിക്കണം? നല്ല ദൂരമൊക്കെ പോയോ? 2,500 ആവുന്നു. 2,500 കിലോമീറ്റർ ആണ്. 2,400 കഴിഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന റേഞ്ച് എൻ്റെ ഓർമ്മ ശരിയാണ് 620 സംതിങ്, 622 പറയുന്നത്. എത്ര വരെ കിട്ടിക്കാണും? എനിക്ക് 460 ഞാൻ മാക്സിമം ഓടിയത്. 11% ചാർജ് ബാക്കിയുള്ളത്. ഉള്ളത്. അപ്പോൾ ഒരു 500-അടുത്ത് കിട്ടാം. 500 കിട്ടും. മര്യാദയ്ക്ക് ഓടിച്ച 500 പുറത്ത് കിട്ടും. നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഞാൻ നോർമലി ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചാൽ 450, 400, 450 ഇടയ്ക്ക്. അത് റിയലിസ്റ്റിക് റേഞ്ച് എനിക്കതാണ് തോന്നുന്നത്. അപ്പം നല്ല മര്യാദയ്ക്ക് ഓടിക്കുക, ഒരു 50, 60 ഇടയ്ക്ക് കോൺസ്റ്റൻ്റായിട്ട് പിടിച്ച് ഓടിക്കുവാണ്. ഹാർഷ് ബ്രേക്കിംഗ് ഒന്നും ഇല്ല. ഓടിക്കുകയാണെങ്കിൽ 500 പുറത്ത് ഈസിയായിട്ട് കിട്ടും. പ്രശ്നങ്ങളൊന്നും ഇല്ല. ചാർജിങ് ടൈം ബാറ്ററി പാക്ക് വലുതായതുകൊണ്ട് വീട്ടിൽ 7.2 കിലോവാട്ടിൻ്റെ ചാർജറാണ്. അതിനകത്ത് 10 മുതൽ 12 മണിക്കൂറാണ് ഒരു 20% ചാർജ് ചെയ്യാനുള്ള ടൈം കാണിക്കുന്നത്. 90 വരെ പെട്ടെന്നാകും. ഒരു 8 മണിക്കൂർ കൊണ്ടൊക്കെ 90 ആകും 20%. പക്ഷെ അതിന് ശേഷമുള്ള ലാസ്റ്റ് 10% 2 മണിക്കൂറിൽ പുറത്തെടുക്കുന്നു. അത് ബാറ്ററി ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ വോൾട്ടേജും കറണ്ടും എല്ലാം കറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും താമസം വരുന്നത്. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം തന്നെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും മോശമല്ല. രാത്രി 8 മണിക്ക് വീട്ടിൽ ചാർജ് ചെയ്താൽ രാവിലെ ചാർജ് ചെയ്തിട്ടോ. ഫാസ്റ്റ് ചാർജിങ് നോക്കിയിട്ടില്ല. ഫാസ്റ്റ് ചാർജ് ഇതുവരെ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അതൊന്നും മോശമല്ല, ആ ഒരു ടൈം ഒന്നും മോശമല്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് തോന്നുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിൻ്റെ 360-ഡിഗ്രി ക്യാമറ. നല്ല ക്ലാരിറ്റിയാണ് ഈ റേഞ്ചിൽ കിട്ടുന്നത്. ചേട്ടൻ നല്ല ക്ലാരിറ്റി ഉള്ള ആണ്. പിന്നെ അതിൻ്റെ സെൻട്രൽ മിററിലുള്ള റിയർ വ്യൂ ക്യാമറ, അത് നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. MG-യുടെ ഒക്കെ വണ്ടിയിൽ ഇങ്ങനെ ഇതിനകത്ത് കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എല്ലാ കാര്യങ്ങളിലും? മിക്കവാറും എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ വിലയിൽ അവർ മാക്സിമം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കൂടെ തരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാമോ? അതിൻ്റെ സീറ്റ് കൂളിംഗ് ഉണ്ടെങ്കിലും നമുക്ക് തുടക്കത്തിൽ അറിയാമെങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് സീറ്റ് കൂളിങ്ങിന് ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ടാറ്റയിൽ പൊതുവെ ഞങ്ങളുടെ വേറൊരു കാര്യം, എൻ്റെ ടയർ. ടാറ്റ തരുന്ന ടയറുകൾ പൊതുവെ വളരെ മോശമാണ്. ഇപ്പം ടിയാഗോയിൽ എനിക്കൊരു ഇൻഫോണ്ട്, വണ്ടി എടുത്ത് ഒരു 2000 കിലോമീറ്റർ ആവുന്നതിന് മുമ്പേ ഒരു ടയർ ഓട്ടത്തിനിടയ്ക്ക് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി. അവസാനം ഞാൻ 5000 കിലോമീറ്റർ ആവുന്നതിന് മുമ്പേ 4 ടയർ മാറ്റി. അല്ലാതെ വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ടയർ കീറി പോകുമായിരുന്നു. ഇപ്പോൾ കല്ലടിച്ചൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് പിന്നെയും പറയാമായിരുന്നു. പക്ഷെ ടയർ കീറിപ്പോയി. അത് അപ്പോളോയുടെ ടയറായിരുന്നു.
ഇത് വന്നേക്കുന്നത് ഗുഡിയറിൻ്റെ ടയറാണ്. പക്ഷേ ഇതിനകത്തും ഇപ്പോൾ ടയറിൻ്റെ ഓൾറെഡി ഒരു ടയറിന് ചെറിയ പ്രശ്നം ആയിട്ടുണ്ട്. 2500 കിലോമീറ്റർ ആകുന്നതിന് മുമ്പാണ്. അതും വലിയ താമസമില്ലാതെ മാറ്റണം. ഓടുന്നതിൻ്റെ അത്ര ഓടട്ട്, കാരണം നല്ല കോസ്റ്റ് ആണല്ലോ ടയറിന്. കുറച്ചുകൂടെ ഓടട്ടെന്ന് വിചാരിച്ചിരിക്കും. എന്തായാലും മാറ്റും. അത് ടാറ്റ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കാരണം പുതിയ വണ്ടിയുടെ ഒക്കെ ടയർ പൊട്ടിപ്പോന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണല്ലോ. എന്തായാലും പക്ഷേ ഒരു ഗംഭീര വാഹനമാണ് ടാറ്റ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലരുടെയും ഇത് വന്ന സമയത്ത് തന്നെ ഈ മഹീന്ദ്രയുടെ വ്യത്യസ്തമായ രൂപമുള്ള EV-കൾ വന്നപ്പോൾ പലരുടെയും ശ്രദ്ധ അതിലേക്ക് പോയി. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ കണ്ട പോലെ ഇപ്പം ആ ആഡിലൊക്കെ കാണുന്നില്ല, ആഡിലൊന്നും യാതൊരു തരത്തിലുള്ള തട്ടിപ്പുമില്ല. അവർ കൃത്യമായി ഓടിച്ച് കയറ്റിയത് തന്നെയാണ്. ആ ഒരു ധൈര്യം കിട്ടുന്നതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കൊണ്ടാണ്. അതുകൊണ്ടൊട്ടും മോശമായ ഒരു തീരുമാനമല്ല ടാറ്റ ഹാരിയർ എടുക്കുന്ന. മറ്റേതിൻ്റെ ഇടയ്ക്കൊന്ന് മുങ്ങിപ്പോയി എന്നുള്ള സത്യം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരുന്നു ഏറ്റവും കൂടുതൽ വിൽക്കേണ്ടിയിരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എന്താ ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. സെപ്റ്റംബർ 18 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക. സമയം വളരെ കുറവാണെന്നുള്ള കാര്യം ഓർക്കുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും വിവരങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയ റാപ്പിഡ് ഫയർ കൊണ്ട് കാണാം. ബൈ.